മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ നിലപാടിനെ കുറിച്ച് ജനങ്ങൾക്കൊരു സംശയമില്ല. പിന്നെ ആരായി ആക്ഷേപം ഉന്നയിക്കുന്നത്? കോൺഗ്രസ് ആണ്. കേരളത്തിലെ കോൺഗ്രസ്, KPCC പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസ്. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന് സംരക്ഷണം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. പ്രതിപക്ഷ നേതാവും ചില ഫോട്ടോയ്ക്ക് മുമ്പിൽ വഴങ്ങി നിന്ന് നിലപാട് സ്വീകരിച്ചതിന് ഇതുവരെയും പൊതുമണ്ഡലത്തിൽ വ്യക്തമായ മറുപടി പറയാത്തവരാണ്. പഴയതിലേക്ക് പോകണ്ട. KG മരാറിൻ്റെ ആത്മകഥയും 991 കോലീബി സഖ്യവും പഴയതിലേക്ക് പോകണ്ട. പുതിയതിലേക്ക് വന്നാൽ കേരളത്തിന്റെ നിയമസഭയിൽ ആദ്യമായി BJPക്ക് അക്കൗണ്ട് തുറക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത കോൺഗ്രസിന്റെ വോട്ട് ചോർന്നു, അതിന് സൗകര്യം ചെയ്തു കൊടുത്തു. പഴയതിലേക്ക് പോകണ്ട, പുതിയതിലേക്ക് തന്നെ പോകാം. നിയമം ആവർത്തിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് ഒരു അംഗം തൃശ്ശൂരിലുണ്ടായി. കോൺഗ്രസിന്റെ വോട്ട് എത്ര ചോർന്നു? കോൺഗ്രസിന്റെ വോട്ട് ചോർന്നു. നിയമം തൃശ്ശൂർ ആവർത്തിച്ചതിൽ തൃശ്ശൂർ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി ഉണ്ടായി. ഉൾപ്പെടെയുള്ളതിന്റെ ഭാഗമായുള്ള സംഘടനാ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ ഞങ്ങളുടെ നേരെ ഇത്തരം വന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ഇതിലൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ തലക്ക് RSS ഇനാം പ്രഖ്യാപിക്കുന്നത്. ആര് എവിടെ വേണം കൂടിക്കാഴ്ച നടത്തിക്കോ, ഞങ്ങൾക്ക് അതിലെന്താ പ്രശ്നം? ഉദ്യോഗസ്ഥർ എന്തിന് കൂടിക്കാഴ്ച നടത്തി, ഏതിനൊക്കെ അവർ ബന്ധപ്പെട്ട ഇടങ്ങളിൽ പറയട്ടെ. ഞങ്ങളുടെ നിലപാടാണ് ഇതിനെ കൂട്ടിക്കഴക്കാൻ ശ്രമിക്കുന്നത്. അത് വളരെ ബോധപൂർവമാണ്. കേരളത്തിലെ CPIMന്റെ നേതൃത്വം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ മോശമാണെന്ന് ചിത്രീകരിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ്. ഇന്ന് പിണറായി വിജയനെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ തുടർഭരണത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് CPIMന് തിരിച്ചടി ഉണ്ടാകണമെങ്കിൽ പിണറായി വിജയനെ ആക്രമിക്കണം, തലക്കടിക്കാൻ കാലമായിട്ട് നടത്തിയത്. 17 കൊല്ലം പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ 8 കൊല്ലം മുഖ്യമന്ത്രിയായ ഈ 25 കൊല്ലം ആ ശ്രമം നടത്തി പരാജയപ്പെട്ടതാണ്. ഇനിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. മുമ്പ് മറ്റൊരാളെയാണെങ്കിൽ ഇന്ന് പിണറായി വിജയനെയാണ്. അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ ശക്തമായി ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടും. BJPക്ക് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കി എന്നുള്ളതാണ് അതിന്റെ തെളിവുകൾ, അല്ലെങ്കിൽ ആ രീതിയിലാണ് വിമർശനം വരുന്നത്. BJPക്ക് വേണ്ടി തൃശ്ശൂരിൽ വോട്ട് ചോർത്തിയതും മറച്ചതും ഉള്ളതിന്റെ അച്ചടക്ക നടപടിയുടെ വിവരം അവർ പുറത്തുവിടട്ടെ. എന്നിട്ട് ഈ ആരോപണം ഉന്നയിക്കട്ടെ. എത്രയെത്ര കോൺഗ്രസ് നേതാക്കന്മാർ BJPക്ക് വോട്ട് മറച്ചു. അതിന്റെ ഭാഗമായി കോൺഗ്രസിൽ തൃശ്ശൂരിലുണ്ടായ പൊട്ടിത്തെറി, വോട്ടിന്റെ കണക്ക് നമുക്കൊക്കെ കാണാലോ. വോട്ടിന്റെ കണക്കിൽ എവിടെ പോയി കോൺഗ്രസിന്റെ വോട്ട്? തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ വോട്ട് താമര ചിഹ്നത്തിന് ചെയ്തില്ലേ? അത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ? വോട്ട് മറച്ചില്ലേ? അതിന് മറുപടി പറയട്ടെ. അതിന് ഏതെങ്കിലും പറഞ്ഞ് ഞങ്ങളെ നേരെ വന്നിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഏത് മതവർഗീയ നിലപാടുകളെയും അതിശക്തമായി സ്വന്തം ജീവൻ ഉൾപ്പെടെ പോയാലും ചെറുത്തു തോൽപ്പിക്കുന്നവരാണ് CPIM ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെന്നുള്ളത് ജനങ്ങൾക്കറിയാം.